ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ ഒരു ചെയർമാൻ പോസ്റ്റ് ഇവിടെ ഗൗതമിനാണെന്ന് പറയാൻ കേട്ടോ. അത് കേട്ട ഉടൻ തന്നെ വസുന്ധര പറയാണ്, എന്താ ചെയർമാൻ പോസ്റ്റ് അങ്ങനെ ഇങ്ങനെയും പെട്ടെന്നൊന്നും ഗൗതമിന് എഴുതാൻ പറ്റില്ല, അത് ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുക്കണ്ടേ. അത് കേൾക്കുന്ന പാറു പറയാണ്, അതൊക്കെ ഒപ്പിട്ട് അവിടെ നിന്നും ഗോപിയേട്ടൻ അയച്ചു. ഇത് കേൾക്കുന്നതിനോടുകൂടി ശിവാനി അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം നിധി പറയാണ്, അതെ അങ്കിൾ അയച്ചു, അതുകൊണ്ട് ചെയർമാൻ പോസ്റ്റ് എന്തായാലും ഇനി ഗൗതമിനാണെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന വസുന്ധര പറയണേ, അതിപ്പോൾ നീ പറഞ്ഞാൽ മതി പറ്റില്ലല്ലോ, കാരണം നീ പറഞ്ഞാലും എൻ്റെ മകൻ അത് എടുക്കില്ല. എൻ്റെ മകന് ഞാൻ ചെയർമാൻ പോസ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തതാ. അന്ന് എൻ്റെ മകൻ അത് വേണ്ടെന്ന് പറഞ്ഞ് തട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള അവൻ ഈ ഒരു കമ്പനിയും ചെയർമാൻ പോസ്റ്റും ഇനി ഏറ്റെടുക്കില്ല എന്ന് പറയണം കേട്ടോ. അത് കേട്ടിട്ടാണ് ഗൗതം വരുന്നത്. അങ്ങനെ ഗൗതം പറയണേ, ആര് പറഞ്ഞു ചെയർമാൻ പോസ്റ്റ് ഏറ്റെടുക്കില്ല എന്ന്? ഞാൻ ഏറ്റെടുക്കും, ഞാൻ പോവുകയാണല്ലോ ചെയർമാൻ പോസ്റ്റിലോട്ട്, ഞാൻ ഇനി ചെയർമാനാണ് എന്നൊക്കെ പറഞ്ഞ് എക്സിക്യൂട്ടീവ് ലുക്കിലാണ് കേട്ടോ ഗൗതം വരുന്നത്. ഗൗതമിനെ കാണുന്ന ശിവാനി അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നാൽ ഈ സമയം നിധിയാണെങ്കിലോ ഒരു കളിയാക്കുന്ന ആ ചിരി ചിരിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം പാറു പറയണേ, എന്തായാലും നമ്മുടെ മകൻ ഇനി ചെയർമാൻ പോസ്റ്റിൽ ഇരിക്കട്ടെ, അവന് അതിനാണ് യോഗ്യതയെങ്കിൽ അതായിക്കോട്ടെ, അവനതിന് താല്പര്യമുണ്ടെങ്കിൽ നീ അത് വിട്ടുകൊടുക്കണ്ടേ വസു, നീ അങ്ങ് ഒപ്പിടലും കാര്യങ്ങളങ്ങ് ചെയ്തേക്ക്. ഇത് കേട്ട ഉടൻ തന്നെ വസുന്ധര പിന്നീട് ഒന്നും ശബ്ദിക്കാനാവില്ല കേട്ടോ. വസുന്ധരയ്ക്ക് എതിർത്ത് പറയാനോ ആവുന്നില്ല. വസുന്ധരയ്ക്ക് അതിന് സമ്മതം മൂളേണ്ടി വരുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ റൂമിലോട്ട് വസുന്ധര ദേഷ്യത്തോടു കൂടി പോവാണ്. അവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും എറിഞ്ഞു പൊട്ടിക്കുകയാണ്. ശിവാനി ആണെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ ശിവാനി ആകെ ടെൻഷനിലാവണം കേട്ടോ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി വസുന്ധരയുടെ പിറകെ ശിവാനി ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഫ്ലവർ കൂജയെ എല്ലാം എറിഞ്ഞു പൊട്ടിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ. ഇത് കാണുന്ന ശിവാനി ചോദിക്കാണ്, സത്യത്തിൽ ആൻറ്റിക്ക് എന്താണ് സംഭവിച്ചത്? ആൻറ്റി എല്ലാവർക്കും മുന്നിൽ നിശബ്ദത പാലിക്കുന്നത് എന്തിനാണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആൻറ്റിയെ നിധി എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? എൻ്റെ ഒരു സംശയം പറഞ്ഞതാണ്. ആൻറ്റിക്ക് എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ആൻറ്റി ഒന്ന് പറയുമോ എന്ന് പറഞ്ഞ ഉടനെ എനിക്കൊന്നും സംഭവിച്ചില്ല. പിന്നെ എന്താ ആൻറ്റി ഇവിടെ ഇരിക്കുന്ന ഫ്ലവർ കൂജകളെല്ലാം തല്ലിപ്പൊട്ടിക്കുന്നു? അപ്പോൾ ആൻറ്റി എന്തോ ഒരു ദേഷ്യം ഉള്ളിൽ വെക്കുന്നുണ്ടല്ലോ. ആൻറ്റി പറയൂ, ഞാൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിത്തരാം. അത് കേൾക്കുന്ന വസുന്ധരയ്ക്ക് ഈശ്വര പേടിയാവണിട്ടോ. ഇവൾ സത്യങ്ങൾ കണ്ടുപിടിച്ചാൽ തീർച്ചയായും തനിക്കത് പ്രശ്നമാവും. തന്നെ ഇവളായിരിക്കും ആദ്യം ജയിലിലോട്ട് പറഞ്ഞയക്കുക എന്ന് വസുന്ധരയും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അല്ല ആൻറ്റി, എന്താ ആൻറ്റി ആലോചിക്കുന്നത്? എന്നോട് പറഞ്ഞോളൂ. അത് കേട്ട ഉടനെ നീ വാ, കമ്പനിയിലോട്ട് പോവാം എന്നും പറഞ്ഞ് ശിവാനിയെ വിളിച്ചു പോവാണ് കേട്ടോ. ഇതേ സമയം കമ്പനിയിൽ ചെന്ന വസുന്ധര കാണുന്ന കാഴ്ച ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നു കേട്ടോ. എന്നാൽ സെക്യൂരിറ്റി ആണെങ്കിലോ ഇയർഫോണിൽ എന്തൊക്കെയോ ഇങ്ങനെ കേൾക്കാണ്, മൊബൈലിൽ ഇങ്ങനെ കാര്യമായിട്ട് എന്തൊക്കെയോ വീഡിയോകൾ കാണണം. അപ്പോൾ സുന്ദര ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ യാതൊരു മൈൻഡും കൊടുക്കുന്നില്ല. അപ്പോൾ ശിവാനി പറയണേ, എന്താ ആ സെക്യൂരിറ്റിക്ക് ഇത്ര അഹങ്കാരം? നമ്മുടെ ഈ കമ്പനിയുടെ എല്ലാമായിട്ടും അവർക്ക് യാതൊരുവിധ ഒരു ഇതും ഇല്ലല്ലോ. ഒരു കമ്പനിയിലെ ചെയർമാനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടേതായ ആ ഒരു റെസ്പെക്റ്റ് അയാൾ ചെയ്യണ്ടേ? നമ്മളോടൊരു ബഹുമാനം അയാൾക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ വസുന്ധരയ്ക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ. വസുന്ധര ആ ഗേറ്റ് അങ്ങ് തുറന്നിട്ട് ഒരൊറ്റ ചവിട്ടോടു കൂടി ദേഷ്യത്തോടു കൂടി കയറി വന്നിട്ട്, ഇവിടെ താൻ എന്താടോ വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ കമ്പനിയാണിത്, എൻ്റെ കമ്പനിയിൽ എന്നെ ബഹുമാനിക്കാൻ അറിയാത്ത ഒരു പണിക്കാരൻ ഇവിടെ വേണ്ട. അയ്യോ, നിങ്ങൾ ഈ കമ്പനിയിൽ ആരുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അത് കേൾക്കുന്ന ശിവാനി, ആൻറ്റി ഇയാൾ പറയുന്നതൊക്കെ അതെ, നിങ്ങൾ ഈ കമ്പനിയിൽ കയറ്റരുതെന്ന് ഈ കമ്പനിയുടെ ചെയർമാൻ്റെ ഭാര്യയും എന്നോട് പറഞ്ഞിരിക്കുന്നു. എന്ത് ചെയർമാൻ്റെ ഭാര്യയാണ്? അത് ഞാനാടോ. നിങ്ങളിപ്പോൾ ചെയർമാൻ അല്ല എന്ന് പറഞ്ഞു നിധി മാഡം പറഞ്ഞു. നിങ്ങളെപ്പോലെ 2 അലവലാദികൾ ഇവിടെ കയറി വരുന്നു, അവരെ കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്ന വസുന്ധരക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് വസുന്ധര കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് അടിക്കാൻ ഒരുങ്ങണം കേട്ടോ. ഇതങ്ങ് കാണുന്നതിനോടുകൂടി നിധി വസുന്ധരയുടെ കൈ പിടിച്ച് പിരിക്കുകയാണ്. വേണ്ട, ഇവിടെ വന്ന അധികാരം നിങ്ങൾ കൈയെടുക്കാൻ നോക്കണ്ട. നിങ്ങൾക്ക് ഈ കമ്പനിയിൽ യാതൊരുവിധ ഇതുമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ കമ്പനിയുടെ എല്ലാം എൻ്റെ ഗൗതമാണ് ഇവിടുത്തെ ചെയർമാൻ. ഇടി, നീ ഇവിടെ വിളച്ചിൽ നടത്തുകയാണോ? നിൻ്റെ താണ്ഡവം ഒരിക്കലും ഇവിടെ നടക്കത്തില്ല. അത് കേൾക്കുന്ന നിധി, ഓഹോഹോ, എൻ്റെ താണ്ഡവം ഇവിടെ നടക്കാതെ പിന്നെ നിങ്ങളുടെ താണ്ഡവമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളുടെ താണ്ഡവം കണ്ടിട്ടാണല്ലോ ഞാനും ഗൗതവും തിരികെ ഇവിടോട്ട് കയറിയത്. എന്തായാലും നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചോ? നിങ്ങൾ ഇനി പോവാൻ തയ്യാറായിക്കോളൂ. എന്തായാലും ഞാനൊരു മിനിറ്റ് ഇപ്പോൾ വരാട്ടോ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും മിണ്ടാനാവാതെ വസുന്ധര മിണ്ടാതെ നിൽക്കണം കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ചെയർമാൻ പോസ്റ്റിൻ്റെ ആ ഒരു ചടങ്ങുകൾ നടക്കുകയാണ്. ചെയർമാൻ സ്ഥാനം കൈമാറുന്ന ആ ചടങ്ങാണ്. അതുകൊണ്ട് നിങ്ങളിവിടെ വേണ്ട. നിങ്ങളെപ്പോലെയുള്ള ശകുനം
മുടക്കി ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ഗൗതമിന് പിന്നീട് ഉയർച്ചയുണ്ടാവില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങൾ ഇവിടുന്ന് പോകണം. അത് കേൾക്കുന്ന വസുന്ധര പല്ല് കടിക്കുന്നു. ശിവാനിയാണെങ്കിലും എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നറിയാതെ ശിവാനി ഇങ്ങനെ ഞെട്ടി നിൽക്കണം കേട്ടോ. ഈ സമയം എന്താ നിങ്ങൾക്ക് ഈ കമ്പനിയിലോട്ട് കയറണമെന്നുണ്ടോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? അപ്പോൾ ശിവാനി പറയാം, ആൻറ്റി നമുക്ക് ഇവളുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ നമുക്കങ്ങ് കയറിയാലോ. അത് കേട്ട ഉടനെ തന്നെ വസുന്ധര ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പല്ലും കടിച്ച് നിൽക്കുമ്പോൾ, അല്ല അന്ന് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, അക്കാര്യത്തെക്കുറിച്ചാണ്. ഗൗതമിനോട് മൊബൈലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലോ? അത് കേൾക്കുന്നതിനോടുകൂടി അവിടെ പേടി വരികയാണ് കേട്ടോ വസുന്ധരയ്ക്ക്. അങ്ങനെ വസുന്ധര പറയണേ, ശരി ഞാൻ ഇവിടുന്ന് പോയിക്കോളാം എന്നും പറഞ്ഞിട്ട് വസുന്ധര അവിടെ നിന്നും പോവാണ് കേട്ടോ. ഇതേ സമയം ശിവാനി ആണെങ്കിലോ, ആൻറ്റിക്ക് സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ആൻറ്റി എന്താ അവളെ പേടിച്ച് ഇവിടെ നിന്നും പോവാൻ ശ്രമിക്കുന്നത്? അത് കേൾക്കുന്നതിനോടുകൂടി ശിവാനിയോട് വസുന്ധര, നീ ഇങ്ങ് വന്നേ, അധികം സംസാരിക്കാൻ നിൽക്കണ്ട, നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുപോവാണ് കേട്ടോ. ഈ സമയം സത്യത്തിൽ എന്താണ് ഇവിടെ ഉണ്ടായതെന്ന് അറിയാതെ ശിവാനി വീണ്ടും നിൽക്കുമ്പോൾ നിധി പിറകിൽ നിന്ന് വിളിക്കുക, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ചെയർമാൻ സ്ഥാനം എൻ്റെ ഗൗതം ഏറ്റെടുക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നും പറഞ്ഞ് ശബ്ദമുയർത്തി വരുന്നത് കാണുമ്പോൾ ശിവാനി പറയണേ, ആൻറ്റി നാണമില്ലാത്ത സ്ഥലത്തോട്ട് ഇനി നമ്മൾ പോവേണ്ട, അതായിരിക്കും നല്ലത്, നമുക്ക് പിറകിലോട്ട് തന്നെ പോവാം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വസുന്ധര അത് പറ്റത്തില്ല, എനിക്ക് പോകണമെന്ന് പറയണേട്ടാ. അങ്ങനെ വസുന്ധര ഓഫീസിലോട്ട് കയറാണ്. ഈ സമയം വസുന്ധര ഓഫീസിൽ ചെല്ലുമ്പോൾ ഗൗതം അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഗൗതമും പ്രണവൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് സ്റ്റാഫുകളും ഉണ്ടാവും. അപ്പോൾ അവരോട് പറയണേ, ഇനി മുതൽ ഈ കമ്പനിയുടെ ചെയർമാൻ സ്ഥാനം ഈ ഇരിക്കുന്ന ഗൗതമിനാണ്. ഈ ഇരിക്കുന്ന ആൻറ്റി ഉണ്ടല്ലോ, വസുന്ധര ആൻറ്റി, അവർക്ക് എൻ്റെ ഗൗതമിന് ഈ ചെയർമാൻ പോസ്റ്റ് കൊടുക്കണമെന്ന് വലിയ ആഗ്രഹം. ഗൗതം വീട് വിട്ടുപോയതും കമ്പനി വേണ്ടെന്ന് വെച്ച് പോയതൊക്കെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ തിരികെ വന്ന ഗൗതമിന് എല്ലാ സ്ഥാനങ്ങളും കൊടുക്കണമെന്നാണ് ഇനി വസുന്ധര ആൻറ്റിയുടെ ഒരു മനസ്സിലെ ആഗ്രഹം. അത് കേൾക്കുന്നതിനോട് കൂടി ശിവാനി, ഈശ്വര ഇവരെന്തൊക്കെയാണ് പറയുന്നത്, ഇവളെന്തൊക്കെയാണ് ആൻറ്റി പറയുന്നത്, ആൻറ്റി മനഃപൂർവ്വം ഇടിച്ചു താത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ചെയർമാൻ സ്ഥാനം ഇനി എന്താ വേണ്ടിച്ച് അത് ഞാൻ ഒപ്പിട്ട് തരാമെന്നിങ്ങനെ വസുന്ധര പറയണം. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ, ആ ശരിയാണ്, ആൻറ്റി ഒപ്പിട്ട് തരണമല്ലോ, ആൻറ്റിയും കൂടി ഒപ്പാവുമ്പോഴല്ലേ ഇത് ചെയർമാൻ സ്ഥാനം എൻ്റെ ഗൗതമിന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഈ ചടങ്ങ് നടത്താൻ ഇവിടെ ഒരുപാട് ആളുകൾ വേണം, എല്ലാവരും വേണം, ഈ കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളും വരട്ടെ എന്ന് പറഞ്ഞിട്ട് നിധി എല്ലാവരെയും വിളിച്ച് വരുത്താണ് കേട്ടോ. അതോടുകൂടിയിട്ട് എല്ലാവരും അവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് നിധി പറയണേ, ഈ ആൻറ്റിക്ക് എല്ലാവരുടെയും മുന്നിൽ കമ്പനിയുടെ ചെയർമാൻ സ്ഥാനം ഗൗതമിന് കൊടുക്കണമെന്ന ആഗ്രഹം. അതുകൊണ്ട് വക്കീലിനെയും റെഡിയാക്കി പേപ്പേഴ്സുകളൊക്കെ എഴുതിയിട്ടുണ്ട്, ഇതിലുണ്ട് നിയമ നടപടികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതാ ആൻറ്റിക്ക് വേണമെങ്കിൽ വായിച്ചോളൂ എന്നും പറഞ്ഞിട്ട് അവിടെ വേറൊരു തന്നെ എണീറ്റ് നിൽക്കുന്നു കേട്ടോ. അതാ മാഡം എന്ന് പറയുമ്പോഴേക്കും നിധി, അത് വേണ്ട, അവരുടെ മൊബൈലിലോട്ട് ഞാൻ അതിൻ്റെ പകർപ്പ് അയച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വസുന്ധര ആൻറ്റി അതെടുത്ത് നോക്കിക്കോളൂ, മാമിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് പരിഹാസത്തോടു കൂടി വസുന്ധരയോട് മൊബൈൽ എടുക്കാൻ പറയുമ്പോൾ വസുന്ധരയ്ക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടോ. പക്ഷേ ഒന്നും അറിയാതെ പൊട്ടം കളിച്ചും കൊണ്ടിരിക്കുകയാണ് പ്രണവിനൊന്നും അറിയില്ലല്ലോ. പ്രണവ് നല്ല ആത്മാർത്ഥതയോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ വസുന്ധര തൻ്റെ മൊബൈൽ പതിയെ അങ്ങനെ തുറന്നു നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച, താൻ ആ ആളെ കൊല്ലുന്ന ആ ഒരു വീഡിയോ ആയിരിക്കൂട്ടോ. അത് കാണുന്ന വസുവിനെ അങ്ങ് പേടിയാവാണ്. ഇതേ സമയം ശിവാനി നോക്കുന്നുണ്ടോ എന്നാണ് വസുന്ധര നോക്കുന്നത്. അപ്പോഴേക്കും ശിവാനി, ആൻറ്റി ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ഫോൺ ഓഫ് ചെയ്യാണ് കേട്ടോ. എന്താ ആൻറ്റി എന്നെ കാണിക്കാത്ത? അപ്പോൾ ഗൗതം ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. നിധിയാണെങ്കിലും എങ്ങനെയുണ്ട് എന്നിങ്ങനെ നിധിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ആൻറ്റി ഇപ്പോൾ ആ ഒരു അയച്ചു തന്നതൊക്കെ ആൻറ്റി വായിച്ചോ? അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഉടനെ എന്താ ആൻറ്റി വായിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ശിവാനി ചോദിക്കുകയാണ്, എന്താ വസുന്ധര ആൻറ്റിക്ക് പറ്റിയത്? വസുന്ധര ആൻറ്റി അതിലെഴുതിയത് എന്താണെന്ന് ഞാനും കൂടി കാണട്ടെ, എങ്ങ് കാണിച്ചേ എന്ന് പറയുമ്പോൾ, കാണിച്ചാലുണ്ടാവുന്ന സ്ഥിതി താൻ ജയിലിനുള്ളിൽ കിടക്കുന്ന ആ ഒരു രംഗമായിരിക്കും കേട്ടോ. ഇത് കാണുന്ന വസുന്ധരക്ക് പേടിയാവാണ്. അങ്ങനെ വസുന്ധര പറയണേ, ഓ ഞാൻ വായിച്ചു, ഇനി ചെയർമാൻ പോസ്റ്റിലോട്ട് ഒപ്പിടേണ്ട എവിടെയെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഒപ്പിട്ട് തരാം എന്നും പറഞ്ഞിട്ട് ആ പേപ്പേഴ്സുകളിലെല്ലാം ഒപ്പിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒരു സീനാണ് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ വരാനിരിക്കുന്നത് കേട്ടോ.